നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 ടി20 ലോകകപ്പിലെ ഇന്ത്യയുടെ വിശ്വവിജയത്തിന് പിന്നാലെ ലോകം മുഴുവനിപ്പോൾ ഒരു പേരെ ചർച്ച ചെയ്യുന്നുള്ളൂ: സഞ്ജു സാംസൺ. ഇന്ത്യൻ ആരാധകർ മാത്രമല്ല, ലോക ക്രിക്കറ്റിലെ ഇതിഹാസങ്ങൾ പോലും സഞ്ജുവിന്റെ ബാറ്റിംഗിനു മുന്നിൽ അമ്പരന്ന് നിൽക്കുകയാണ്. ഇപ്പോഴിതാ ഇംഗ്ലണ്ടിന്റെ എക്കാലത്തെയും മികച്ച ബാറ്റ്സ്മാൻമാരിലൊരാളായ കെവിൻ പീറ്റേഴ്സൺ സഞ്ജുവിനെക്കുറിച്ച് നടത്തിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. സഞ്ജു സാംസൺ ഒരു ക്രിക്കറ്ററല്ല, അദ്ദേഹം ഒരു അത്ഭുതമാണ് എന്നാണ് പീറ്റേഴ്സൺ പറയുന്നത്. എന്തുകൊണ്ടാണ് പീറ്റേഴ്സൺ സഞ്ജുവിനെ ഇങ്ങനെ വിശേഷിപ്പിച്ചത്? നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം. സഞ്ജു സാംസനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് കെവിൻ പീറ്റേഴ്സൺ പറഞ്ഞത് ഇങ്ങനെയാണ്: സഞ്ജു സാംസൺ ഒരു അത്ഭുതമാണ്, ഫ്രീക്ക്. അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശൈലി എനിക്ക് എപ്പോഴും പ്രിയപ്പെട്ടതാണ്. പന്ത് വരുന്നതിന് സെക്കൻഡുകൾക്ക് മുൻപേ അതെങ്ങോട്ടാണെന്ന് തിരിച്ചറിയാനുള്ള അപൂർവമായ ഒരു കഴിവ് സഞ്ജുവിനുണ്ട്. ലോക ക്രിക്കറ്റിൽ മറ്റൊരു താരത്തിനുമില്ലാത്ത പ്രത്യേകതയാണിത്. പീറ്റേഴ്സനെപ്പോലൊരു ഇതിഹാസം സഞ്ജുവിനെ ഫ്രീക്ക് എന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ സഞ്ജുവിന്റെ പ്രകടനം എത്രത്തോളം വലിയ സ്വാധീനമാണുണ്ടാക്കിയതെന്ന് ചിന്തിച്ചു നോക്കൂ. സഞ്ജുവിന്റെ ബാറ്റിംഗ് രീതി വളരെ പരമ്പരാഗതമാണെങ്കിലും അതിനുള്ളിലെ ആ ക്രൂരമായ ആക്രമണ ശൈലിയാണ് പീറ്റേഴ്സനെ ആകർഷിച്ചത്. പീറ്റേഴ്സൺ എടുത്തുപറഞ്ഞ ഒരു കാര്യമുണ്ട്: പന്ത് നേരത്തെ കാണുന്നു എന്നത്. എന്താണിതിന്റെ അർത്ഥം? 180 കിലോമീറ്റർ വേഗതയിൽ വരുന്ന പന്തുകൾ പോലും സഞ്ജുവിനു മുന്നിൽ സ്ലോ മോഷനിലാണോ വരുന്നത് എന്ന് തോന്നിപ്പോകും. ന്യൂസിലൻഡിനെതിരെയുള്ള ഫൈനലിൽ സഞ്ജു അടിച്ച സിക്സറുകൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും. ബൗളറുടെ കയ്യിൽ നിന്ന് പന്ത് വിടുന്നതിനു മുൻപേ സഞ്ജു തന്റെ ഷോട്ട് സെലക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും ക്ലീനായി പന്ത് ഹിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഒരു ടൈം ട്രാവലറെപ്പോലെ പന്തിന്റെ ഗതി മുൻകൂട്ടി അറിയാനുള്ള ഈ കഴിവാണ് സഞ്ജുവിനെ ഈ ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റാക്കി മാറ്റിയത്. പീറ്റേഴ്സൺ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഈ ലോകകപ്പ് വിജയത്തിൽ ഏറ്റവും നിർണായകമായത് സഞ്ജുവിന്റെ ഈ ബാറ്റിംഗ് മികവാണ്. മധ്യനിരയിലോ ഓപ്പണിംഗിലോ എവിടെ ഇറങ്ങിയാലും ടീമിനാവശ്യമായ റൺസ് അതിവേഗത്തിൽ കണ്ടെത്താൻ സഞ്ജുവിന് സാധിച്ചു. സഞ്ജുവിന്റെ ഈ അപൂർവ പ്രതിഭയില്ലായിരുന്നെങ്കിൽ ഫൈനലിൽ 255 എന്ന കൂറ്റൻ സ്കോറിലേക്ക് ഇന്ത്യക്കെത്താൻ സാധിച്ചിരുന്നില്ല. സമ്മർദ്ദഘട്ടങ്ങളിൽ പതറാതെ ക്രീസിൽ നിലയുറപ്പിക്കാനും അതേസമയം തന്നെ റൺറേറ്റ് താഴാതെ നോക്കാനും സഞ്ജു കാണിച്ച മികവിനെയാണ് ലോകമിപ്പോൾ ആദരിക്കുന്നത്. മുൻപ് സഞ്ജുവിനെ വിമർശിച്ചവർ പോലും പീറ്റേഴ്സന്റെ വാക്കുകൾ കേട്ട് നിശബ്ദരായിരിക്കുകയാണ്. സ്ഥിരതയില്ല എന്നായിരുന്നു സഞ്ജുവിനെതിരെയുള്ള പ്രധാന ആക്ഷേപം. എന്നാൽ ഈ ലോകകപ്പിലെ 321 റൺസ് ആ വിമർശനങ്ങളുടെ വായടപ്പിച്ചു. സഞ്ജുവിന്റെ ബാറ്റിംഗ് കാണാൻ സുന്ദരമാണ്, എന്നാൽ അത് എതിരാളികൾക്ക് അത്യന്തം അപകടകരവുമാണ്. പീറ്റേഴ്സൺ പറഞ്ഞതുപോലെ ഈ ലോകകപ്പ് വിജയത്തിലൂടെ സഞ്ജു തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഇനി സഞ്ജു യുഗമാണ് ക്രിക്കറ്റിൽ വരാനിരിക്കുന്നത്. സുഹൃത്തുക്കളെ, പീറ്റേഴ്സൺ സഞ്ജുവിനെക്കുറിച്ച് പറഞ്ഞ ഈ വാക്കുകളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? സഞ്ജുവിന്റെ ബാറ്റിംഗിലെ ആ പ്രത്യേകത നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടോ? സഞ്ജുവിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സഞ്ജു സാംസന്റെ ഈ അത്ഭുത പ്രകടനം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ ആവേശകരമായ ക്രിക്കറ്റ് വിശേഷങ്ങൾക്കായി സ്പോർട്സ് പിച്ച് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.